ഹായ് ഫ്രണ്ട്സ്, വല്യറയിൽ ക്ലബ്ബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇട്ടു പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്ക് പറ്റിയില്ല. കാരണം പൊടിവാവ വന്നിട്ട് അതിൽ പിടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ മതിയാക്കിയത്. ഇപ്പം ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുട്ടിയെ ഒന്ന് സഹായിക്കണമെന്നും പറഞ്ഞ് കുറേ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്ത് നോക്കി. കുറേ ആൾക്കാരൊക്കെ വന്ന് സഹായിക്കാൻ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. അവരൊക്കെ അവരുടെ കാര്യം പറഞ്ഞ് ഞങ്ങളുടെ ആ കൊച്ചിൻ്റെ ഈ വീഡിയോ ഒന്നും നമുക്ക് ശ്രദ്ധിക്കാനൊന്നുള്ള ഒരു സാഹചര്യമൊന്നും അല്ലായിരുന്നു. കാരണം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ICUവിൽ സർജിക്കൽ ICUവിലായിരുന്നു ആദ്യം. പിന്നെ ട്രോമ ICUവിലേക്ക് മാറ്റി. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ എൻ്റെ കൊച്ചിൻ്റെ കാര്യം, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ കാര്യം എന്ന് പറയുന്നത് കിട്ടുമോ കിട്ടത്തില്ലയോ ഒന്നും പറയുന്നില്ല. ശ്വാസകോശം വളർച്ച കുറവ് വന്നു. പെട്ടെന്ന് ഈ സങ്കടമൊക്കെ വന്നിട്ട് കരയുകയും പറക്കുകയൊക്കെ ചെയ്തപ്പം വയറ്റിൽ കിടന്ന കുഞ്ഞിന് സാരമായിട്ടല്ല, നല്ല പോലെ കുഞ്ഞിനെ ബാധിച്ചു. അങ്ങനെ വെള്ളം ഉള്ളിലുണ്ടായിരുന്ന അങ്ങനെ എൻ്റെ കുട്ടിക്ക് നല്ല പോലെ അത് വയറ്റിൽ കിടന്ന കുഞ്ഞിന് പ്രശ്നങ്ങൾ വന്ന് അങ്ങനെ കുഞ്ഞിന് ശ്വാസകോശം വളർച്ച കുറഞ്ഞ് അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു. പക്ഷേ ഇതിൽ ഞാൻ പറയാൻ കാരണം, അതിൻ്റെ ഇടയ്ക്ക് ഇവർ വല്ല കാശ് വരുന്നുണ്ടോ, സഹായിക്കുന്നുണ്ടോ, എടുക്കുന്നുണ്ടോ എന്നൊന്നും നോക്കാൻ നമുക്ക് സമയമില്ലായിരുന്നു. പക്ഷേ ഇതിൽ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ചെന്നൈയിൽ, തമിഴ്നാട്ടിലായിരുന്നു ഞാൻ കുറേ വർഷം. അങ്ങനെ അവിടെ ഉള്ളവർ സഹായിച്ച് കുറേ കടമൊക്കെ ഞാൻ എടുത്തായിരുന്നു. റോളിങ്ങിനൊക്കെ എടുത്തായിരുന്നു. അതൊക്കെ ഞാനിപ്പം എന്തായിരുന്നാലും കടയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ കുറേ ക്യാഷൊക്കെ ഞാൻ കെട്ടി. അങ്ങനെ എനിക്ക് കുറച്ച് കടമൊക്കെ ഞാൻ തീർത്തു. പക്ഷേ ഇന്നും ഒരുപാട് കടമുണ്ട്, ലക്ഷങ്ങളുടെ കടമുണ്ട് എനിക്ക്. ഈ വീട് തന്നെ ജപ്തിയുടെ അറ്റത്താണ് ഇരിക്കുന്നത്. എത്ര രൂപയ്ക്കെന്ന് പറഞ്ഞാൽ വെറും 1,00,000 രൂപ നമ്മൾ വായ്പ എടുത്തു. ഇപ്പം 1,32,000 രൂപ വന്നിരിക്കുന്ന. അതുകൊണ്ട് ഇനിയിപ്പോൾ ഉടനെ പേപ്പർ തുണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ പേപ്പർ തുണ്ട് നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് ലക്ഷങ്ങളുടെ കടമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പം ഇങ്ങനെ ജപ്തിയുടെ ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പം പിന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ വീട് നഷ്ടമാവും. വേറെ ഒരുപാട് കാശിനൊന്നല്ല, 1,50,000 രൂപ പോലും ആയിട്ടില്ല. നമ്മൾ പട്ടികജാതി വികസന വകുപ്പിൽ നിന്ന് ഒരു ലോണ് എടുക്കേണ്ടി വന്നു. അപ്പം ചികിത്സയും കാര്യാദികളൊക്കെ ആയിട്ട് ഇപ്പം എന്തായിരുന്നാലും 1 രൂപ പോലും അടയ്ക്കാൻ പറ്റില്ല. അങ്ങോട്ട് ക്യാഷിൻ്റെ 1 രൂപ പോലും നമുക്ക് അടയ്ക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് കാശ് കൂടുതലായി. അങ്ങനെ ഇതാണ് സാധനം. പേപ്പർ കൊണ്ട് വന്നിരിക്കുന്നത് ഇതുണ്ടോ. അതിനകത്ത് ഇതുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയുന്നില്ല. 31,000 സംതിങ് രൂപ, 32,000 രൂപയോളം ആയി ഇപ്പം. അത് ഇങ്ങനെ വന്ന് കിടക്കുകയാണ് ക്യാഷ്. കേരള സംസ്ഥാന പട്ടികവർഗ വികസന കോർപ്പറേഷൻ ക്ലിത്തം ഇങ്ങനെ ക്യാഷ് വന്ന് കിടക്കണം. ജില്ലാ ഓഫീസ് അയ്യങ്കാളി ഭവൻ, കനക നഗർ, വെള്ളയമ്പലം, തിരുവനന്തപുരം. ഇതാണ് അതിൻ്റെ ഇത്. കളക്ഷൻ ക്യാമ്പ് നോട്ടീസ്. അതിനകത്തുനിന്ന് നമുക്ക് കളക്ഷൻ ക്യാമ്പ് നോട്ടീസിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്കിങ്ങനെ വന്നിരിക്കുകയാണ്. താമസിക്കാതെ രൂപ ഈ മാസത്തിലെ തവണ തുകയായ 2,000 രൂപ നമ്മളിങ്ങനെ കാശ് കൂടുതൽ അടച്ചു കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഓരോ മാസത്തിലിങ്ങനെ കൂടിക്കൂടി പോകും. അങ്ങനെയൊക്കെയാണ്. ഇതിലിപ്പം ഞാൻ പറയാൻ വന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്കാരും സഹായിച്ച് ഞങ്ങൾക്ക് 10 പൈസ കിട്ടിയില്ല. പിന്നെ കുറച്ച് പേര്, എല്ലാവരും സഹായിച്ചില്ലെന്ന് പറയാനൊക്കത്തില്ല, ഒരു 10 പേര് സഹായിച്ചിട്ടുണ്ട്. അതായത് 2023 8-ാം മാസം ഞാൻ ഈ വീഡിയോ ഇടുന്നു. എൻ്റെ കൊച്ചിനെ ഇങ്ങനെ ഒന്ന് സഹായിക്കണം. എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഓപ്പറേഷത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ്. എൻ്റെ കുഞ്ഞിന് ഓപ്പറേഷത്തിൻ്റെ അവസ്ഥയിലാണുള്ളത്.
ഞാൻ ഓ ഇങ്ങനെ എൻ്റെ കുട്ടിയെ ഒന്ന് സഹായിക്കുമെന്ന് പറഞ്ഞ് ഞാൻ അന്ന് വീഡിയോ ഇട്ടായിരുന്നു. വീഡിയോ ഇട്ട സമയത്ത് അവർ ഇങ്ങനെ പിന്നെ അതായത് 8ാം മാസം എട്ടാം മാസം പിന്നെ 10-ാം തീയതി ഞാൻ വീഡിയോ ഇടുന്നു, 11-12-ാം തീയതി പ്രശ്നമാവുന്നു, അതോടുകൂടി ക്ലോസ്. 10-ാം തീയതി ഇട്ടു, 11-12 എത്ര ദിവസം? വെറും 3 ദിവസം ആണ് അത് വന്നത്. അപ്പോഴത്തേക്കും ഒരുപാട് പേര് ഇത് പിന്നെ ഈ വീഡിയോ കണ്ടെങ്കിലും ഒരു മനുഷ്യനും ക്യാഷ് ഇടേണ്ടി വന്നില്ല. കാരണം ജംഷീർ എന്ന് പറയുന്ന ഒരു സാമദ്രോഹി പിന്നെ ഇതിനകത്ത് വന്നിട്ട് ഇതിൻ്റെ കഥ അറിയത്തില്ല, ഒരു കുന്തം അറിയത്തില്ല. അവൻ്റെ ചാനലിൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടി ഒരു പരമദ്രോഹി. അവൻ പിന്നെ ഈ ഭൂമിയിൽ തന്നെ ജീവിക്കാൻ കൊള്ളരുതാത്തൊരു നാറിയ ഒരു ബ്ലോഗറാണ്. അതിൻ്റെ കൂടെ വേറൊരു ബ്ലോഗറുണ്ട്. ആ പന്ന മനുഷ്യനും കൂടെ ചേർന്ന് എന്തായിരുന്നാലും ഈ ഒരു വീഡിയോ എടുത്തിട്ട് അവരിത്രയും വീഡിയോ ഇട്ടു, ഇങ്ങനെ ഇട്ടു, ഒരുപാട് റീച്ച് വരുന്നുണ്ട്, പക്ഷേ അവർക്കൊരു കളക്ഷനും കിട്ടുന്നില്ല എന്ന് കള്ളം പറയുന്നു, എടുക്കുന്നു, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അനാവശ്യ രീതിയിൽ ഫോൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ചികിത്സാ കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞ കാര്യം, അതൊന്നും പറയേണ്ട കാര്യമില്ല. ഇങ്ങനെ പറഞ്ഞ് അതെല്ലാം നാറ്റിച്ചു. പക്ഷേ 1 രൂപ പോലും കിട്ടിയതുമില്ല. പക്ഷെ ഇതിലെന്താണ് പ്രശ്നം? ചാരിറ്റിക്കാർ കാശ് പിരിച്ചെടുത്തതിന് തെളിവ് കിട്ടി, ചാരിറ്റിക്കാർ കാശ് കൊണ്ടുപോയതിന് തെളിവ് കിട്ടി. അവർ ആ കാശ് മുടക്കി 21 ലക്ഷം രൂപ ചിലവാക്കി സെക്കൻഡ് ഹാൻഡ് വണ്ടി, വാഗനാർ, പിന്നെന്താ അതിൻ്റെ പേര്, ഒരു വാഗനാർ എടുത്തു, ഒരു സ്കോർപ്പിയോ അല്ലല്ലോ, ബൊലേറോ കാറെടുത്ത്, പിന്നെ ഒരു ബൈക്ക് എടുത്ത്, ഇത്രയും കൂടെ എടുത്ത് സെക്കൻഡ് ഹാൻഡിൽ ഒക്കെ എടുത്ത് 21 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് നോക്കിക്കണം. എന്നിട്ട് ഊട്ടി, കൊടൈക്കനാൽ, പിന്നെ എവിടെയായിരുന്നു ഇപ്പോൾ ഒരു വലിയ ഇതൊക്കെ വന്ന് ആ സ്ഥലത്തെല്ലാം ചുറ്റിക്കറങ്ങി നാട് തെണ്ടി ആ കാശിന് അന്തസ്സായിട്ട് 69 ലക്ഷം രൂപ ഈ കുട്ടിയുടെ പേരും പറഞ്ഞ് അവർ പിരിച്ച കാര്യം നമുക്കറിയത്തില്ല. അതിൻ്റെ കൂടെ പിന്നെ വേറൊരു കൊച്ചിൻ്റെ വീഡിയോ, പിന്നെ ഈ കുഞ്ഞിൻ്റെ വീഡിയോ വെച്ചിട്ട് ഞങ്ങളുടെ കുട്ടിയുടെ പിന്നെ അഡ്രസ്സും ഡീറ്റെയിലാണ് വെക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതിൽ ആ ചാരിറ്റിക്കാരുടെ പേരും അഡ്രസ്സാണ് വെച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ ഇനി പറയാനൊന്നുമില്ല ഭീഷണിപ്പെടുത്തിയിട്ട് അത് വെച്ച് അതെന്തായിരുന്നാലും അതിലും കുറേ കാശ് കിട്ടി. അതുമല്ലാണ്ട് പിന്നെ നമ്മുടെ താജ് എന്ന് പറയുന്നൊരു കലാകാരൻ, പിന്നെ ചാരിറ്റിയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനോട് വിളിച്ച് പറഞ്ഞ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെയും അദ്ദേഹവും അല്ലാതെയും പിരിച്ചു കൊടുത്ത് കുറേ ലക്ഷങ്ങൾ, അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞതാണ്, ലക്ഷങ്ങൾ അദ്ദേഹം അവർക്ക് കൊടുത്തു. പിന്നെ എന്തുവായിരുന്നു ഫുൾ നെയിം എനിക്കങ്ങോട്ട് മനസ്സിൽ വരുന്നില്ല, താജ് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പം അങ്ങനെ പിന്നെ കുറച്ച് കലാകാരന്മാർ, അതൊക്കെ എല്ലാവരും കൂടെ ഒക്കെ പറയേണ്ട കാര്യമില്ല, അവരൊക്കെ ഇന്ന് അവരുടെയൊക്കെ പേരും പറഞ്ഞ് സാറിനോട് ഞാൻ പറഞ്ഞു, സാർ 1 രൂപ പോലും കൊടുക്കല്ലേ, അത് ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ഞങ്ങളുടെ കുട്ടിക്ക് കിട്ടുന്നില്ല, ചികിത്സ നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ അവരുടെ അമ്മയല്ല ചിറ്റമ്മയാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ പറയുന്ന വിശ്വാസമില്ലാത്ത നാറികൾ വളർത്തിയത് ഞാനും, പെറ്റമ്മ എന്നുള്ള ആ ഒരു പരിഗണന കൊടുത്തിട്ട് അല്ല എന്നുള്ള ഒരിത് വെച്ചിട്ട് കുറേ നാറികൾ അത് വെച്ച് ക്യാഷ് ഇഷ്ടം പോലെ ഉണ്ടാക്കി. അതിൽ നിന്നും ഉണ്ടാക്കിയാണ് ജംഷീറും കുറേ തീട്ടം, അതേ പറയും ഞാൻ. കാരണം അവൻ്റെ കുടുംബവും അവനും ഒക്കെ ഈ ഒരു കള്ളം പറഞ്ഞ് ഇഷ്ടം പോലെ തീട്ടം തിന്നു. അവൻ്റെ മക്കളും ഇതുപോലെ ഒരു വഴിയാകുമ്പോൾ അവനും പഠിക്കും. പടച്ചവനുണ്ടല്ലോ,
കിട്ടി മക്കളെ കിട്ടി. അവന് നല്ല പോലെ കിട്ടി. പിന്നെ ഇവർ കർമ്മ ന്യൂസുകാരുടെ വായിന്ന് ചാനലുകാർ വലിച്ചു കീറി അവനെ തെക്ക് വടക്ക് ഒട്ടിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് തന്നെ പടച്ചവനോട് ഞാൻ പറഞ്ഞു, നിനക്ക് കിട്ടിയിരിക്കും. നീ പറയുന്നതിന് ഞാൻ സത്യസന്ധമായിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ്. എൻ്റെ കുഞ്ഞുങ്ങളാണത്, ഞാൻ വളർത്തിയ എൻ്റെ മക്കളാണ്. ഞാൻ അതുങ്ങൾക്ക് ദോഷം ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് പോലും എന്നെ സമൂഹത്തിൻ്റെ മുന്നിൽ വലിച്ചഴച്ച് ഇപ്പം ആ ഒരു കാരണം കൊണ്ടൊക്കെയാണ് എനിക്ക് ലക്ഷങ്ങൾ വന്നതുകൊണ്ട് ഞാൻ എന്തിനീ കച്ചവടം ചെയ്യണം എന്നും പറഞ്ഞിട്ട് മെനങ്ങാന്ന് പട്ടിണിയായിരുന്നു ഗൈസ്. ഇവിടെ അരി പോലും ഇല്ലായിരുന്നു, കഞ്ഞി വയ്ക്കാൻ അരിയില്ലായിരുന്നു. പിന്നെ എന്നിട്ട് വൈകുന്നേരം എൻ്റെ അമ്മ വരുന്നവരെ ഞാൻ കാത്തിരുന്നു അരി കൊണ്ടുവരാൻ. അരിയില്ലായിരുന്നു, നമുക്ക് അതിൽ പറയുന്നതിൽ എനിക്ക് ദണ്ണമൊന്നുമില്ല, കാരണം അത്ര കണ്ട് പ്രശ്നങ്ങളായിരുന്നു. അപ്പം ഇങ്ങനെ ദ്രോഹിക്കുന്ന എന്തിനാണ്? ഞങ്ങൾക്കാരും ഒരു 10 പൈസ പോലും തന്നിട്ടുമില്ല, ഞങ്ങൾക്ക് കിട്ടിയതുമില്ല, ഒന്നുമില്ല. കൊടുത്തവർ കൊടുത്തു, ഈ കുട്ടിയുടെ പേരും പറഞ്ഞ് കൊടുത്തു, അത് ഞങ്ങളുടെ തെറ്റല്ല. കൊടുത്ത നിങ്ങൾ ആർക്കാണെന്ന് കറക്റ്റായിട്ട് തിരക്കണമായിരുന്നു. പിന്നെ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നവും ഞാൻ പരിഹരിക്കാം, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്ന് പറയാൻ അറിയാവുന്നവർക്ക് ആ കുട്ടിയെ ഒന്ന് കാണിച്ചതാ. ആ കുട്ടി എവിടെയാണുള്ളത് ഒന്ന് അന്വേഷിക്കാനുള്ള സാമാന്യ കോമൺ സെൻസ് ഇല്ലാത്ത വിഡ്ഢികളാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഈ വീഡിയോ ചെയ്തിടുന്ന സ്ത്രീകളുടെ പിന്നെ സ്ത്രീകളോട് അനാവശ്യമായി സംസാരിക്കുന്ന അതിൻ്റെ ഒരു 4/1 ഭാഗം ടൈം മതി പിന്നെ ആ കുട്ടിയെ ഒന്ന് കാണിച്ച് എവിടെയാണ് എന്താണ് എന്ന് ഒന്ന് അന്വേഷിക്കാൻ. അതിനുള്ള കഴിവ് പോലും ഇല്ലാത്ത മനുഷ്യരായിപ്പോയി. അങ്ങനെ എന്തായിരുന്നാലും ഇപ്പോൾ അവരൊക്കെ പറഞ്ഞ് നമ്മുടെ കടയിൽ കച്ചവടം നടക്കാൻ പറ്റാത്ത വിധം ദ്രോഹിച്ച് പല രീതിയിലും ഞങ്ങളെ ദ്രോഹിച്ച് ആ കട പൂട്ടിക്കേണ്ട ഗതികേട് വന്നു. പൂട്ടി. അപ്പം പക്ഷേ ഇതിൽ ആരാണ്? 2 പേരാണ് കാരണം. ഞാൻ അവൻ്റെ കാല് പിടിച്ച്, ചേട്ടാ ഞാൻ എൻ്റെ കുട്ടിയെ രക്ഷിച്ചെടുത്തോട്ടെ എൻ്റെ കുട്ടിയെ, അവൻ്റെ ചികിത്സ. അതുകൊണ്ട് എന്ത് പറ്റി ഗൈസ്? അവൻ്റെ കാതിൻ്റെ കേൾവി ശക്തി പോയി, ഒരു കണ്ണിന് പ്രശ്നമായെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഇതുപോലെ ഇങ്ങനെ ആയിരിക്കുന്ന കണ്ണ് ശരിക്കും തുറക്കാനൊക്കത്തില്ല. ഒരു കണ്ണ് ഇങ്ങനെ ഇത്രേ തുറക്കും, ഒരു കണ്ണ് കുറച്ച് തുറക്കും, അതാണ് അവസ്ഥ. അപ്പം അത് എന്തവസ്ഥയായെന്ന് നിങ്ങളന്ന് ആലോചിച്ച് നോക്കണം. അവൻ്റെ ഗതികേട്, ഒരു ജീവിക്കേണ്ട വേണ്ടി ഇരുന്ന ഒരു കുഞ്ഞിനെ അവൻ്റെ പിന്നെ ചാനലിൻ്റെ റീച്ച് കൂട്ടി അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചാള നിറയ്ക്കാൻ അവൻ്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കുമൊക്കെ ചാള നിറയ്ക്കാൻ ഈ കുഞ്ഞിനെ വിറ്റ് തിന്നു. അവനും ഇന്നൊരു പിന്നെ യൂട്യൂബറും കൂടെ ചേർന്ന് എന്ത് കിട്ടി? ഒരു കുഞ്ഞിൻ്റെ ജീവിതം നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിച്ചു. അവന് എപ്പോഴേ ബുദ്ധി വരേണ്ട അവൻ ഇന്ന് 2 വർഷം കഴിഞ്ഞിട്ടും ബുദ്ധി തിരിച്ചു കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട്? ചികിത്സിക്കാൻ നിവർത്തിയില്ലാത്ത പോയതുകൊണ്ട് വലത്തെ സൈഡിലേക്ക് തലച്ചോറ് വേണ്ടുന്ന രീതിയിൽ വളർന്നു ഇറങ്ങിയില്ല. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു തൊള്ള പോലെ ഇതില്ല, വെറും തലയോട്ടി മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് തലച്ചോറ് വളർന്നിറങ്ങാനുള്ള ചികിത്സയും മരുന്നും കാര്യങ്ങളും ഒന്നും ചെയ്തില്ല. വലത്തെ കൈക്ക് സ്വാധീനക്കുറവുണ്ട്, വലത്തെ കാലിന് കുറച്ച് ഏറ്റക്കുറച്ചിലൊക്കെ വന്നു. കാരണം എന്തുകൊണ്ടാണ്? ഇവനൊക്കെ ചാനലുകാരെന്നും പറഞ്ഞ് കയറിയിരുന്ന് തിന്ന് തീർത്ത കാശ് അവനും തിന്നു. അവന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയതിന് അവന് ആ ചാരിറ്റിക്കാർ കാശ് കൊടുത്തെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ഈ ജംഷീർ കാശുണ്ടാക്കിയെന്നാണ്. പക്ഷേ എനിക്കൊരു ഭയങ്കര ഒരു അബദ്ധം പറ്റി. അത് എൻ്റെ കുട്ടിയുടെ പിന്നാലെ പോയത് കൊണ്ട് ഞാൻ മാനനഷ്ട കേസിന് അവൻ്റെ പേരിൽ കേസ് കൊടുക്കണമായിരുന്നു. ഇപ്പോഴാണെങ്കിലും വൈകിട്ടൊന്നുമില്ല. ഇപ്പം കൂടെ ഒരു കച്ചവടം നടത്താൻ പോലും ജീവിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത് എനിക്ക്. കാരണം ഈ കുഞ്ഞിൻ്റെ പേരിൽ ലക്ഷങ്ങൾ വന്നെന്നും പിന്നെ
പിന്നെന്തിനാണ് നിങ്ങൾ കട നടത്തുന്നത്, അത് നടത്തുന്നത്, ഇത് നടത്തുന്നത് എന്നുള്ള രീതി കൊടുത്തിരുന്നെങ്കിൽ, അന്ന് ഞാൻ മാനനഷ്ട കേസിന് കൊടുത്തിരുന്നെങ്കിൽ അവൻ എന്നോട് പറഞ്ഞത് 50 ലക്ഷം രൂപ ഞാൻ അവന് കൊടുക്കണമെന്ന്, കൊടുക്കേണ്ടി വരുമെന്ന്. അവൻ മാനനഷ്ട കേസിന് കൊടുത്ത ഞാൻ കൊടുത്തിരുന്നെങ്കിൽ 50 ലക്ഷത്തിനായിരിക്കത്തില്ല, 50 കോടിക്ക് കൊടുത്താലും അവൻ എനിക്ക് തരേണ്ടി വന്നേനെ. കാരണം ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ട ആളല്ല ഞാൻ. ഇപ്പം ഞാൻ എൻ്റെ കുഞ്ഞിന് നൂലുകെട്ടിന് കിട്ടിയ സ്വർണം പോലും കൊണ്ടുവന്ന് പണയപ്പെടുത്തിയും ഒക്കെയാണ് ഞാനവന് ഈ ഒരു കട ആരംഭിച്ചത്. കട ആരംഭിച്ചിട്ട് എന്ത് പ്രയോജനം? ഈ ഒരു കാരണത്താൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെട്ടു. ഒരു എന്താ പറയണ്ടേ, വെളിയിലിറങ്ങാൻ വയ്യാത്തൊരവസ്ഥയെന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെയാണ് എൻ്റെ അവസ്ഥ, എൻ്റെ ഗതികേട്. ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് ഞാനിപ്പോൾ വിചാരിച്ചിരിക്കുന്ന നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക. ഒന്നീ അവർ പബ്ലിക്കായിട്ട് മാപ്പും പറയണം, എനിക്ക് അതിൻ്റെ നഷ്ടപരിഹാരം തരുകയും വേണം, തന്നേ പറ്റൂ. കാരണം എനിക്ക് കിട്ടാത്ത കാശാണത്. എനിക്ക് 1 രൂപ പോലും കിട്ടിയിട്ടില്ല. കാരണം എനിക്കാണെങ്കിൽ എൻ്റെ ബന്ധുക്കൾ, കാരണം എനിക്ക് പറയാം, എൻ്റെ മാമനൊക്കെ ആണെങ്കിൽ ഓരോ സമയത്തും 5000, 3000, 4000, 6000. പിന്നെ എൻ്റെ വല്യമ്മമാർ, പിന്നെ എൻ്റെ ചേച്ചി എന്ന് പറയുന്ന വല്യമ്മയുടെ മക്കൾ, അവർ എൻ്റെ കൂടെ ജോലി ചെയ്തവർ, അവർ എൻ്റെ ഒരിതുമല്ല, റിലേഷനേ അല്ല, അത് മലയാളികളെ അല്ല. അതാണ് മെയിൻ, മലയാളികളെ അല്ല. ഈ കുട്ടികളെ ഞാൻ ഈ 2 മാസത്തെ ലീവിനൊക്കെ ചെന്നൈയിൽ കൊണ്ടുവന്ന് നിർത്തി. അവർ കണ്ടിട്ടുണ്ട്, അവരുടെ മുന്നിൽ വളർന്ന മക്കളാണ്. അവരുടെയൊക്കെ കരച്ചിൽ കാണണം ഗൈസ്, അവരുടെയൊക്കെ കരച്ചിൽ കണ്ടാൽ സഹിക്കത്തില്ല. ഞാനൊക്കെ എന്ത് കരയുന്നു എന്ന് നിങ്ങൾ ചോദിച്ചു പോകും. അറിയാം, അവനൊരു എയർബഡ് വാങ്ങിത്തന്നത് തമിഴരാണ്, തമിഴ്നാട്ടുകാർ. അവനൊരു പിന്നെ എന്താ പറയുക, ഒരു കട്ടിലിനുള്ള കാശ് തന്നത് തമിഴ്നാട്ടിൽ എന്നോടൊപ്പം ജോലി ചെയ്ത ആൾക്കാരാണ്. മലയാളികൾ എനിക്ക് ചെയ്ത പുണ്യം എന്ന് പറയുന്നത്, ഈ കുട്ടിയുടെ പേരിൽ കണ്ട ചാരിറ്റിക്കാർക്ക് കാശ് കൊടുത്തു. പക്ഷേ ഞാൻ അത്രയും അലമുറയിട്ട് കരഞ്ഞിട്ടോ ഈ കുഞ്ഞിനെ ചികിത്സിക്കാൻ, പിന്നെ ഒരു 10 പേരെനിക്ക് കാശ് തന്നു. 10 പേര് കാശ് തന്നെന്തുവാ, 5 രൂപ ഇട്ട് തന്നിട്ട് ഒരു മഹാനായ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ഞങ്ങളും കാശിട്ട് തന്നാണ്, ഞങ്ങൾക്ക് കണക്ക് തരണം, എടുക്കണമെന്ന്. ഞാൻ പറഞ്ഞു, അതിൻ്റെ വീഡിയോ ചേട്ടാ എനിക്കൊന്ന് അയച്ചായേ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്തുവാണെന്നറിയാമോ, ആ മനുഷ്യൻ ഇട്ട് തന്നില്ല. എന്നിട്ട് ആ ഫോണിൽ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് 5 രൂപ. 5 രൂപ ഇട്ട് തന്നിട്ട് 50 ലക്ഷം ഇട്ടതിൻ്റെ രീതിയിൽ എന്നെ എന്തെല്ലാം പറഞ്ഞെന്നറിയാമോ. പിന്നെ ഒരു സ്ത്രീയുണ്ട്, എൻ്റെ അമ്മോ, അവരൊക്കെ സ്ത്രീകളാണ്, 1 അല്ല 2 സ്ത്രീകൾ. പറയണേ, അവളെ വിടരുത്, അവളെ മുന്നിൽ നിർത്തും, പിന്നിൽ നിർത്തും, അങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നും പറഞ്ഞിട്ട് പച്ചയ്ക്ക് ആ സ്ത്രീ പറഞ്ഞു. അവസാനം നോക്കിയപ്പോൾ ആട് കിടന്നിടത്തൊരു പൂട പോലും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അവൾ ഓടി രക്ഷപ്പെട്ടു. എന്തുവാ, സത്യം തെളിഞ്ഞപ്പോഴത്തേക്ക് ഇവളുടെയൊക്കെ പെടലിയിൽ കയർ കുരുങ്ങുമെന്ന് മനസ്സിലായപ്പോൾ ഓടി രക്ഷപ്പെട്ടു. നിൽക്കണമായിരുന്നു, അതാ വേണ്ടിയിരുന്നത്. കുറേ ആനപ്രേമികളെന്നും പറഞ്ഞ് കുറേ കേസ് കൊടുത്തു. നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടാ, എന്തെങ്കിലും ഒരു ഉപയോഗമുണ്ടോ നിന്നെയൊക്കെ കൊണ്ട്? ഒരു പാവപ്പെട്ടവരെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ അങ്ങനെയൊക്കെ ദ്രോഹിക്കും. ഇതാണ്ടേ ഈ ഇടയ്ക്ക് ഒരു കൊച്ചിൻ്റെ ഫോട്ടോയും വെച്ച്, ഒരു വയ്യാത്തൊരു കൊച്ചിനെ ആ ഗതികേടിലാക്കിയിട്ട് അതിൻ്റെ ഫോട്ടോയും വെച്ച് വീഡിയോയും വെച്ച് ഇതും ചെയ്തിട്ട് അവൻ കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് ലോഡ്ജായിട്ട് തെണ്ടി തിരിഞ്ഞ് നടക്കുക. ഒരു തെണ്ടി, അവരുടെ വീട്ടുകാരും അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. ഇതാണ് നമ്മുടെ സമൂഹം. എന്തിന് ഇങ്ങനെ ദ്രോഹിക്കുന്നു? എനിക്കതുകൊണ്ട് ഈ കേരളത്തിലിപ്പോൾ എനിക്ക് നിൽക്കുന്നതിനോട് താല്പര്യമില്ല, ഒന്നുമില്ല. എനിക്ക് 1 രൂപ തന്നെ കിട്ടിയാൽ കൂടെ ഞാൻ അർഹതപ്പെട്ടവരാണെങ്കിൽ പോലും ഞാൻ എൻ്റെ മനസ്സിൽ തൊട്ട് പറയുക, അത്ര
വേദനയോടുകൂടിയാണ് പറഞ്ഞത്. മലയാളിക്ക് ഞാൻ ചെയ്യില്ല. കാരണം അതുപോലെ ദ്രോഹിച്ചിട്ടും ഞാൻ പിടിച്ചു നിന്ന് നോക്കി, പക്ഷെ നടന്നില്ല. അത്ര വിഷമമുണ്ട്. കാരണം ഞാൻ തമിഴ്നാട്ടുകാർക്ക് ഞാൻ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്, ഒരുപാട് സഹായം. അതിനേക്കാൾ ഉപരി എന്നെ സഹായിച്ചിട്ടുണ്ട് അവരും എന്നെ സഹായിച്ചിട്ടുണ്ട്. അവരില്ലെങ്കിൽ ഞാനില്ല, ഈ വീടുണ്ടാവില്ലായിരുന്നു. ഞാൻ എൻ്റെ കല്യാണത്തിന് വേണ്ടി സ്വരുക്കൂട്ടിയ ജ്വല്ലറിയിൽ ചിട്ടിയിട്ട് ഞാൻ ഒരുപാട് സ്വർണ്ണം എടുത്തു. ഒരുപാട് ഒരു 10 പവൻ്റെ സ്വർണം എടുത്തു. 12 പവൻ്റെ സ്വർണം ഉണ്ടായിരുന്നു. ആ 12 പവൻ്റെ സ്വർണം എടുത്തതും തമിഴ്നാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ്, ചിട്ടിയിട്ടെടുത്തതാണ്. കല്യാൺ ജ്വല്ലറിയിൽ, നാത്തില്ല ജ്വല്ലറിയിലും, പിന്നെ ഖസാന ജ്വല്ലറിയിലും ചിട്ടിയിട്ടെടുത്തതാണ്, അല്ലാതല്ല. പിന്നെ കേരള ജ്വല്ലറിയിലെ സ്വർണ്ണമാണ് ഏറ്റവും കൂടുതൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഈ ഇവിടുന്ന് ഇങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങേ അറ്റം വരെ കാത് കുത്തിയിട്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, കണ്ടേ, മൊത്തം തുളയാണ് കാതിൽ. ഇവിടെ എല്ലാം ഉണ്ട്, കണ്ടതുണ്ട്, എന്തോരം കാത് കുത്തിയിരിക്കുന്നത് കണ്ട. ഇതെല്ലാം അവന് വേണ്ടി എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ട് ഞാനത് വിറ്റ് അവന് മരുന്ന് മേടിച്ചത്. എൻ്റെ മൂക്കിൽ കിടന്ന മൂക്കുത്തി എന്ന് പറഞ്ഞാൽ വലിയ മൂക്കുത്തിയാണ്. അതുവരെ ഞാൻ ഇവൻ്റെ ഇതിൽ നിന്ന് മേടിച്ചെന്നും പറഞ്ഞിട്ട് പറഞ്ഞ കുറേ ഇവളുമാരുണ്ട്. അതും വക്കീലാന്ന് പറയുന്നത്. അവൾ കാശ് കൊടുത്തങ്ങാണ്ട വക്കീൽ ഇത് മേടിച്ചത്. അത് 100-ൽ 101% ഉറപ്പാണ്. അവളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരിക്കലും അവർ കാശ് ഇത് കൊടുത്ത് പഠിച്ച് നേടിയതായിരിക്കില്ല ആ സർട്ടിഫിക്കറ്റ്. കാരണം പഠിച്ച് നേടിയവരാണെങ്കിൽ സാമാന്യ കോമൺ സെൻസ് ഉണ്ടാവും. പഠിക്കാതെ വല്ല 8ാം ക്ലാസ്സൊക്കെ പഠിച്ചിട്ട് അഡ്വക്കേറ്റ് ആയതായിരിക്കും. ഒരിടയ്ക്ക് ഒരു കേസ് വന്നില്ലേ, 10ാം ക്ലാസ് പോലും പാസ്സാവാത്തവൾക്ക് പിന്നെ അഡ്വക്കേറ്റായി ഏതോ ഒരു ഹോട്ടലിൻ്റെയൊക്കെ പിന്നെ ഓണർഷിപ്പ് ഏതാണ്ടൊക്കെ ക്ലബിൻ്റെയൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ആ കാറ്റഗറിയിൽ പെട്ടവളെങ്ങാണ്ടാണത്, അല്ലാതല്ല. പിന്നെ ഇതൊക്കെയാണ് ഗൈസ് വിഷയം. അതുകൊണ്ട് ഞാൻ എൻ്റെ കേരളത്തിനോട് തന്നെ എനിക്കൊരു വെറുപ്പായെന്ന് അത്രയ്ക്ക് മടുത്ത് ഇനി സത്യം. അതുകൊണ്ട് ഇനി ഞാൻ ഇവിടെ ഇല്ല, ഞാൻ ഇവിടുന്ന് പോവുക. എനിക്ക് വലിയ താല്പര്യമില്ല ഇനി ഇവിടെയൊക്കെ നിന്നിട്ടും കാര്യമൊന്നുമില്ല. വല്ലപ്പോഴായിരിക്കും ഇവിടെ വരുന്നത്. എൻ്റെ തറവാട് പോയി എൻ്റെ ഭഗവതിയെ കാണണം, തൊഴണം, അവിടുത്തെ ഉത്സവത്തിന് കൂടണം, അത്രയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ഇനി കേരളത്തിനോട് വലിയ ഇതില്ല. അപ്പം ഓക്കെ, ബൈ.